വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത ഈസ് ബെസ്റ്ററിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നറൂട്ടോ SD എപ്പിസോഡ് 3ന്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ടെൻഡൻ മത്സരം തുടങ്ങൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ലീയും നെജിയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ലീ പറയും, ഞാനിത് ഇപ്പോൾ തന്നെ തീർത്തു തരാം. ഇത് കണ്ട് നെജി പറയും, നീ കുറച്ചു മണിക്കൂർ ട്രെയിനിങ് ചെയ്തതുകൊണ്ട് എന്നെ തോൽപ്പിക്കാമെന്നോ? അതെ, എന്റെ വൈറ്റ് കളർ ഷഡിയിൽ നിന്നും ഞാൻ ബോക്സറിലേക്ക് മാറി, അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല കംഫർട്ട് ഉണ്ട്. അങ്ങനെ ഇത് കേട്ട് നെജിയാണെങ്കിൽ, ഓ അപ്പോൾ നീയും മാറിയല്ലേ, ഗംഭീരം തന്നെ എന്ന് പറയുന്ന സമയത്ത് അതാ ടെൻഡൻ രണ്ടുപേരെയും അടിച്ച് പറപ്പിക്കുന്നു. ഞാനൊരു പെണ്ണല്ലേ, എന്റെ മുന്നിൽ നിന്നാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ മുന്നിൽ നിന്നും നിങ്ങൾ ജെന്റിലായിരിക്കും. എന്നാൽ ലീക്കും നെജിക്കും ഇവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകില്ല. ഇത് കണ്ട് ടെൻഡൻ പിന്നെയും ഇവരെ അടിച്ചു തെറിപ്പിക്കും. ഓക്കെ, നമുക്ക് മിഷന് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ അവളുടെ ജുറ്റ്സ് യൂസ് ചെയ്ത് അവിടെ ഉണ്ടായ ആൾക്കാരെ അടിച്ചു തെറിപ്പിക്കാൻ തുടങ്ങും. എന്നാൽ ടെൻഡൻ ഇവിടെ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ നെജിയും ലീയും ആണെങ്കിൽ ദൂരെ നിന്നും ഇത് കാണുന്നുണ്ടാകും. ലീ പറയും, ഇവളുടെ ഫൈറ്റ് കണ്ട് നമ്മുടെ ഹെൽപ്പ് ഒന്നും ഇവൾക്ക് വേണ്ടി വരില്ലല്ലോ. അങ്ങനെ ടെൻഡന്റെ കയ്യിൽ നിന്നും അടി വാങ്ങി ആ രണ്ടുപേരും ഓടുന്ന സമയത്ത് അവരുടെ മുന്നിലായി ഒരു പെണ്ണ് വരുന്നു. ആ ഒരു പെണ്ണിനെ കണ്ട് അവിടെ ഉണ്ടായ രണ്ടുപേർ മയങ്ങി അങ്ങ് നോക്കുന്നുണ്ട്. അതായത് ആ ഒരു പെണ്ണെന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ബോസ് ആണ്. അങ്ങനെ ആ ബോസ് പറയും, രണ്ടുപേരും ആ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ട് പേടിച്ചോടുന്നു, നാണമില്ലേ? അങ്ങനെ ഇത് കേട്ട് ടെൻഡൻ ആണെങ്കിൽ, എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്നെ ചെറിയ കുട്ടി എന്ന് വിളിക്കും, വെറുതെ എന്നെ ദേഷ്യപ്പെടുത്തരുത്. അങ്ങനെ ടെൻഡൻ പറയുന്നത് കേട്ട് ആ ബോസ് ആണെങ്കിൽ പെട്ടെന്ന് പേടിക്കുന്ന രീതിയിൽ നിൽക്കും. ഇത് കണ്ട് ആ രണ്ടുപേരാണെങ്കിൽ, നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ ബോസിനെ ഇങ്ങനെ ഭയപ്പെടുത്തും എന്നും പറഞ്ഞ് രണ്ടുപേരും പെട്ടെന്ന് സ്ട്രോങ്ങർ ആകും. അങ്ങനെ ആ ബോസ് പറയും, എന്നെ പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ രണ്ടാൾക്കാരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആ ഒരു രണ്ടുപേരാണെങ്കിൽ ടെൻഡനെ ആക്രമിക്കാൻ വേണ്ടി വരും. അപ്പോൾ ടെൻഡൻ മനസ്സിൽ പറയും, ഇപ്പോൾ ഇവർ രണ്ടുപേരും സ്ട്രോങ്ങർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ ടെൻഡൻ, ലീ, നെജി എന്നെ രക്ഷിക്കൂ. എന്നാൽ നമ്മുടെ ലീയും നെജിയും ആണെങ്കിൽ ദൂരെ നിന്നും ചായ ഓടിക്കുകയാണ്. ടെൻഡൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഇത് കേട്ട് ഇവരുടെ ബോസ് ആണെങ്കിൽ, പാവം പെൺകുട്ടി, വിളിച്ചിട്ട് ആരും തന്നെ വരുന്നില്ല. അപ്പോൾ ഇത് കേട്ട് ദേഷ്യത്തിൽ നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ ലീയെയും നെജിയെയും അടിക്കുന്നത് പോലെ രണ്ടുപേരെയും അടിച്ചങ്ങ് തെറിപ്പിക്കും. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നോക്കിയാൽ നമ്മുടെ ടെൻഡൻ ലീയോടും നെജിയോടും ചോദിക്കും, ഞാനൊരു പ്രശ്നത്തിൽ പെട്ടപ്പോൾ നിങ്ങൾ എന്തേ എന്നെ രക്ഷിക്കാൻ വന്നില്ല? എന്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ശ്രദ്ധയില്ലേ? അപ്പോൾ ലീ പറയും, ടെൻഡൻ, ഞങ്ങൾ വിചാരിച്ചു നീ എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമെന്ന്. അത് ശരിയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. എന്നാൽ അവരുടെ ബോസ് എന്നെ രക്ഷിക്കാൻ ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ദേഷ്യപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് അവിടെ വരാമായിരുന്നു. നിങ്ങളുടെ ടീമിൽ ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് കുറച്ചെങ്കിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടേ? എന്നാൽ ലീയും നെജിയാണെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ ഓൾറെഡി രണ്ടുപേരും വിയർത്തിട്ടാണുള്ളത്. അവരുടെ ഡ്രസ്സൊക്കെ അഴിച്ച് വിയർപ്പ് തുടക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ടെൻഡൻ ആണെങ്കിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അടിക്കും. അങ്ങനെ ലീ പറയും, ഓക്കെ, നിന്നെ ജെന്റിലായി നോക്കണമല്ലേ, നമുക്ക് പറ്റുന്നത് പോലെ ശ്രമിക്കാം. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലീയും നെജിയും ആണെങ്കിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ ടെൻഡൻ ആണെങ്കിൽ ഇത് കണ്ട് ഒന്നും മനസ്സിലാകാത്ത പോലെ നിൽക്കും. അപ്പോൾ തന്നെ രണ്ടുപേരും പുറകിലോട്ട് മാറി നിന്ന്, ലീ, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ലീ പറയും, അതെ, ഞാൻ കുറെ റിസർച്ച് ചെയ്ത് നോക്കിയതാണ്, എന്തായാലും ഇത് വർക്കാകുമെന്നും പറയും. അങ്ങനെ ഇത് കഴിഞ്ഞ് രണ്ടുപേരും ടെൻഡനെ നോക്കുമ്പോൾ ടെൻഡൻ ചിരിക്കുന്നുണ്ടാകും. അപ്പോൾ തന്നെ നെജി, ഇത് വർക്കാകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ടെൻഡൻ ഇരിക്കാൻ വേണ്ടി കർച്ചീഫ് ഒക്കെ വിരിച്ചു കൊടുത്തു. നമ്മുടെ ലീ ആണെങ്കിൽ ജെന്റിലായി അവളോട് ഇരിക്കാനൊക്കെ പറയും. അങ്ങനെ ടെൻഡൻ ആണെങ്കിൽ മനസ്സിൽ, കൊള്ളാലോ, രണ്ടുപേരും ജെന്റിലൊക്കെ ആയി മാറി. അങ്ങനെ നമ്മുടെ ലീയും നെജിയും ഒരു ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കൊടുക്കും. എന്നാൽ കേക്ക് കൊടുക്കുന്നത് കൂടാതെ സ്വീറ്റ് കേക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും പാട്ട് പാടാൻ തുടങ്ങും. എന്നാൽ അതിന്റെ ഇടയിൽ നമ്മുടെ ലീ ആണെങ്കിൽ ആ ഒരു ഡാൻസിന്റെ കൂടെ ഷർട്ടൊക്കെ ഊരി ഇങ്ങനെ നിൽക്കുമ്പോൾ ടെൻഡൻ പിന്നെയും രണ്ടുപേരെയും അങ്ങ് അടിച്ചു തെറിപ്പിക്കും. അങ്ങനെ ടെൻഡൻ പറയും, നിങ്ങളോട് ഞാൻ ജെന്റിലായി നടക്കാനാണ് പറഞ്ഞത്, എന്നെ റാണിയെ പോലെ നോക്കാനല്ല. എന്നെ നിങ്ങൾ ഇടയ്ക്ക് സംരക്ഷിക്കണം, കെയർ ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, ഇതൊക്കെയാണ് വേണ്ടത്. എന്നാൽ ലീക്ക് ആണെങ്കിൽ ഇത് പറഞ്ഞതൊന്നും ലോഡാകില്ല. ടെൻഡൻ ഈ പറഞ്ഞ സംഭവങ്ങൾ ഒരു ഫുട്ബോൾ മാച്ചുമായിട്ട് സങ്കല്പിക്കും. ലീ ഇവിടെ ഒരു ഗോളിയായി നിൽക്കുന്നു. നെജി ആണെങ്കിൽ ഗോളി പോസ്റ്റിലേക്ക് ആ ഒരു ബോൾ അടിക്കുകയും ലീ അത് തടയുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ലീ പറയും, ഇതുപോലെ നമ്മളും ഒരു ബോൾ പോലെ ടെൻഡനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് കേട്ട് ദേഷ്യത്തിലാണെങ്കിൽ നമ്മുടെ ടെൻഡൻ രണ്ട് ഫുട്ബോൾ വെച്ച് അവരുടെ പോസ്റ്റിന് നോക്കി അങ്ങ് അടിക്കും. രണ്ടുപേരും താഴെ കിടക്കും. അങ്ങനെ ലീ പതിയെ എഴുന്നേറ്റ് നിന്ന്, ഓക്കെ, എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് ടെൻഡനെ ഒരു സലൂണിൽ കൊണ്ടുപോയി ഇവളെ എങ്ങനെയെങ്കിലും ഒരു പയ്യനാക്കി മാറ്റണം, ഇതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞ് മുഖത്തും മുടിയിലും ഒക്കെ ഒരുപാട് മാറ്റം വരുത്തി ഒരു അങ്കിളിന്റെ സെറ്റപ്പിലാക്കി മാറ്റും. ലീ പറയും, ഇതാണ് എന്റെ ക്ലാസിക് സ്റ്റൈൽ. അപ്പോൾ ടെൻഡൻ, ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അടിച്ച് മൂലക്കിടും. ടെൻഡൻ പറയും, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്നെ കെയർ ചെയ്യാനൊന്നും താല്പര്യമില്ല, അതുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ ഇങ്ങനെ പയ്യനാക്കി മാറ്റിയത്. ഞാൻ ഇവിടെ നിന്നും ദേഷ്യത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് ടെൻഡൻ
പതിയെ നടക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ലീ പറയുന്നത്, നീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ടെൻഡൻ. നമുക്ക് രണ്ടുപേർക്കും നിന്നെ നല്ലതുപോലെ അറിയാം. നീ എത്ര സ്ട്രോങ്ങർ ആണെന്നും നമുക്കറിയാം. നീ തന്നെ നിന്നെ നല്ല രീതിയിൽ നോക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് നിന്നെ കെയർ ചെയ്യുന്നത്? എന്നാൽ ഇത് കേട്ട് നമ്മുടെ ടെൻഡന് ഒരുമാതിരി ആകുന്നു. അങ്ങനെ ടെൻഡൻ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് ലീക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ടെൻഡനെ നോക്കിക്കഴിഞ്ഞാൽ ടെൻഡന്റെ മുന്നിലായി ആ നേരത്തെ പറഞ്ഞ ബോസിന്റെ 2 ആൾക്കാരില്ലേ, അവർ മുന്നിൽ വന്നിട്ടുണ്ടാകും. ടെൻഡൻ ഓൾറെഡി ആ ഒരു പയ്യന്റെ ഔട്ട്ഫിറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇവർ ഒരു പയ്യനാണെന്നാണ് ആദ്യം വിചാരിക്കുക. അപ്പോഴാണ് ഇവരുടെ അടുത്ത് അവരുടെ ബോസ് വരുന്നത്. ഓ, നീ നേരത്തെ വന്ന ആ ഒരു കുട്ടിയല്ലേ, നിന്നെ രക്ഷിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നീ തന്നെ പയ്യന്റെ വേഷത്തിൽ വന്നല്ലേ? അങ്ങനെ നമ്മുടെ ടെൻഡൻ പറയും, എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. അങ്ങനെ ആ ബോസിന്റെ 2 ആൾക്കാരുമായി ടെൻഡൻ പിന്നെയും ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ പ്രാവശ്യം ടെൻഡൻ ആണെങ്കിൽ അടിച്ചു തെറിച്ച് അവർ രണ്ടുപേരും ഒരു ചെയിൻ കൊണ്ട് ഇവളെ കെട്ടിയിടും. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ലീയും നെജിയും അവിടേക്ക് ഓടി വരുന്നത്. അപ്പോൾ തന്നെ ലീ പറയും, ടെൻഡൻ എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്നാൽ നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ ഇവളിങ്ങനെ പെട്ടുപോയ സമയത്ത് ഇവൾ രണ്ടുപേരും രക്ഷിക്കാൻ വരുന്നത് കണ്ട് ടെൻഡൻ പതിയെ ഒന്ന് ഇമോഷണൽ ആകുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാൽ നമ്മുടെ ലീ ആണെങ്കിൽ ഒരു ഷഡ്ഡി വലിച്ചെറിഞ്ഞ് നമ്മുടെ ടെൻഡന്റെ തലയിൽ വീഴും. അങ്ങനെ ലീ പറയും, നീ ഇപ്പോൾ മുഴുവനായും ഒരു പയ്യനായി മാറി. എന്നാൽ ഒരു പയ്യനായാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടേണ്ട ഒന്നാണ് ഇതെന്ന് പറഞ്ഞ് ഒരു തംസപ്പ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ പോസിൽ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഇത് കാണുന്ന ആ ഒരു ബോസും രണ്ടുപേരും ഒരേ ചിരി. അങ്ങനെ ഇത് കൂടി ആയപ്പോൾ നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ ആ ഒരു ചെയിനൊക്കെ പൊട്ടിച്ച് എന്നെ നിങ്ങൾ കുറച്ച് കാണരുത് എന്ന് പറഞ്ഞ് അവളുടെ മുഴുവൻ വെപ്പൺസും എടുത്ത് ആ ബോസിനെയും 2 ആൾക്കാരെയും അങ്ങ് അടിച്ചിട്ട് കരിക്കുന്നു. അങ്ങനെ ടെൻഡൻ പറയും, ആണോ പെണ്ണോ അതിലൊന്നും ഒരു കാര്യമില്ല, എന്നെ നോക്കാൻ എനിക്കറിയാം, എന്റെ ലക്ഷ്യം ഒരു നിഞ്ചി ആകണമെന്നാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലീ, നെജി, ടെൻഡൻ 3 പേരും ഒരുമിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നെജി ചോദിക്കും, നീ എന്താണ് ഇപ്പോൾ നമ്മളോട് ജെന്റിലാകാൻ പറയാത്തത്? അപ്പോൾ ടെൻഡൻ പറയും, നിങ്ങളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് സെറ്റാകില്ല, നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ ഇത് കേട്ട് നെജിയാണെങ്കിൽ, നിനക്കെന്താ പെട്ടെന്ന് മനസ്സ് മാറിയത്? ഈ സമയം നമ്മുടെ ടെൻഡൻ മനസ്സിൽ ആലോചിക്കും, അതായത് ലീ പറഞ്ഞ ആ ഒരു കാര്യങ്ങളല്ലേ, നീ സ്ട്രോങ്ങർ ആണെന്ന് നമുക്കറിയാം, അപ്പോൾ പിന്നെ നിന്നെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെൻഡൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും. അപ്പോഴാണ് നമ്മുടെ ലീ പറയുന്നത്, നെജി നിനക്കത് മനസ്സിലായില്ലേ? എടാ, അവൾ നേരത്തെ ഫുട്ബോൾ കൊണ്ട് നമ്മുടെ പോസ്റ്റിൽ അടിച്ചില്ലേ, അപ്പോൾ നമ്മളെക്കാളും പവർഫുൾ ആണ് നമ്മുടെ ടെൻഡൻ, അപ്പോൾ ശരിക്കും നമ്മളെ കെയർ ചെയ്യേണ്ടത് ടെൻഡൻ ആണ്. അങ്ങനെ ഇത് കേട്ട് ടെൻഡൻ ആണെങ്കിൽ, ഓക്കെ, ഞാനൊരു പെണ്ണായിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെ എന്നോട് പറയാൻ നാണമില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും പിന്നെയും അടിക്കുന്നു. അതായത് ലീ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതിലൊന്ന് നെജിക്കും കിട്ടും.